2025 മാർച്ച് 29 ശനി കുംഭം രാശിയിൽ നിന്നും മീനം രാശിയിലേക്ക് രാശി മാറുന്നതിൻ്റെ പുറത്ത് തന്നെ ഇവിടെ പറയുന്ന ചില നക്ഷത്ര ജാതകർക്ക് വലിയ തോതിലുള്ള മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത്. 2 വർഷത്തിന് ശേഷം രാശി മാറുന്ന ശനിയുടെ അനുഗ്രഹം ചില നക്ഷത്ര ജാതകർക്ക് നല്ല രീതിയിലുള്ള ജീവിത വിജയങ്ങളും അനുകൂലമായിട്ടുമാണ് ഭവിക്കുന്നത്. അതായത് ചില നക്ഷത്ര ജാതകർക്ക് ഓപ്പോസിറ്റായിട്ടുള്ള ഫലം ലഭിക്കുവാനും അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ഫലം ലഭിക്കുവാനും കാരണമായി തീരുന്നൊരു സാഹചര്യവും സമയവുമാണ് തെളിയുന്നത്. എന്നിരുന്നാലും ഈശ്വര വിശ്വാസത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങൾ നിങ്ങളെ ഏത് വലിയ ആപത്തുകളിൽ നിന്നും അല്ലെങ്കിൽ ഏത് നെഗറ്റീവ് ശക്തികളിൽ നിന്നും നിങ്ങൾക്ക് നല്ല രീതിയിലേക്ക് ജീവിതം എത്തിക്കുവാൻ കഴിയുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക. എല്ലാ നക്ഷത്ര ജാതകരും ഈശ്വരനെ വിളിച്ചപേക്ഷിച്ച് പ്രാർത്ഥിക്കുക. ഈശ്വരൻ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളും നേട്ടങ്ങളും കൊണ്ടുവരുന്നതായിരിക്കും. നമ്മുടെ ഏത് മോശം സമയത്തും ഈശ്വരൻ നമുക്ക് നല്ല രീതിയിൽ ചിന്തിക്കുവാനുള്ള മാനസിക ആരോഗ്യം ഈശ്വരൻ കൊണ്ടുവരുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ചില ആപത്തുകളിൽ നിന്ന് നമ്മളെ രക്ഷിക്കുവാൻ ഈശ്വരൻ്റെ അനുഗ്രഹങ്ങൾ നമുക്ക് ഗുണം ചെയ്യുകയും ചെയ്യുന്നതായിരിക്കും. ശനിയുടെ രാശി മാറ്റം കൊണ്ട് ജീവിതത്തിൽ വിസ്മയകരമായിട്ടുള്ള മാറ്റങ്ങൾ നേടിയെടുക്കുന്ന കുറേയധികം നക്ഷത്ര ജാതകരുണ്ട്. ആ നക്ഷത്ര ജാതകരെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ഇവർക്ക് ആത്മവിശ്വാസം വർദ്ധിക്കുന്നൊരു സമയമാണ്. എല്ലാവിധമായ ഐശ്വര്യങ്ങളും ജീവിതത്തിൽ കൈവരിക്കുവാനുള്ള ഭാഗ്യയോഗങ്ങൾ കാണപ്പെടുന്നുണ്ട്. ഇന്ന് രാവിലെ പ്രശ്നം വച്ചപ്പോൾ തെളിഞ്ഞ കുറേ കാര്യങ്ങളാണ് ശനിയുടെ രാശിമാറ്റത്തിൻ്റെ ഫലമായി കാണപ്പെടുന്നത്. ആ ഭാഗ്യ നക്ഷത്ര ജാതകർ ആരൊക്കെയെന്നതിനെക്കുറിച്ച് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നോക്കിക്കാണാം. അതിലാദ്യം തന്നെ അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്ര ജാതകരാണ്. ഈ ജാതകർക്ക് ശനിയുടെ രാശിമാറ്റം ജീവിതത്തിൽ നല്ല രീതിയിലുള്ള ഉയർച്ചയും വലിയ തോതിലുള്ള ഭാഗ്യാനുഭവങ്ങളുമാണ് കൊണ്ടുവരുന്നത്. അതായത് നിങ്ങളുടെ ജീവിതത്തിലെ സകലവിധമായ ദുഃഖങ്ങളും ദുരിതങ്ങളും അകന്ന് നല്ല രീതിയിലുള്ള ജീവിത സാഹചര്യങ്ങളാണ് അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ജീവിതത്തിൽ കൈവരിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നത്. അതായത് നിങ്ങൾക്ക് ഒത്തിരി മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത്. ധനപരമായിട്ടുള്ള ഉയർച്ചയും ജീവിതത്തിൽ ധനാഭിവൃദ്ധിയും ധാരാളം വർദ്ധിക്കുന്ന കാലഘട്ടമാണ് നിങ്ങൾക്ക്. അതുകൊണ്ട് തന്നെ തികഞ്ഞ ഈശ്വര വിശ്വാസത്തോടു കൂടി നിങ്ങൾ പ്രവർത്തിക്കുക. അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്ര ജാതകർ നിങ്ങളുടെ കുടുംബത്തുണ്ടെങ്കിൽ ഉറപ്പായും ഭാഗ്യദേവതയുടെ അനുഗ്രഹങ്ങളൊക്കെ ആ കുടുംബത്ത് വന്നു ചേരുവാനുള്ള ഭാഗ്യയോഗങ്ങളും ഈശ്വരൻ്റെ കൃപാ കടാക്ഷങ്ങളും ധാരാളം ലഭിക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ ഉയർന്നു നിൽക്കുന്ന ഈ സമയം, ഈശ്വര ചൈതന്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉയർന്നു നിൽക്കുന്ന ഈ സമയത്തെ നമ്മൾ വേണ്ട വിധം പ്രയോജനപ്പെടുത്തുക. തൊഴിൽ സംബന്ധമായിട്ടുള്ള മേഖലകളിൽ വലിയ തോതിലുള്ള ഉയർച്ചകൾ ഉണ്ടാകുന്ന സമയമാണ്. അതായത് ജോലിയിൽ സ്ഥാനക്കയറ്റങ്ങൾ ലഭിക്കുകയും ശമ്പള വർധനവ് ഉണ്ടാവുകയും ചെയ്യുന്നൊരു സമയമാണ്. സർക്കാർ സർവീസുകളിൽ നിയമനം കിട്ടുന്ന സമയമാണ്. വ്യാപാര വ്യവസായ രംഗങ്ങളിലെ ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും സാമ്പത്തികപരമായിട്ടുള്ള ദുരിതങ്ങളും അകലുന്ന സമയമൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ഉറപ്പായും നിങ്ങളുടെ കുടുംബക്ഷേത്രങ്ങളിൽ പോയി കുളിച്ചു തൊഴുത് പ്രാർത്ഥിച്ച് കുടുംബദേവീ ദേവന്മാർക്ക് പ്രീതികരമായിട്ടുള്ള പൂജകളും വഴിപാടുകളൊക്കെ നടത്തുക. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ തോതിലുള്ള ഭാഗ്യം തുണയ്ക്കുവാൻ കാരണമായി തീരുന്നതായിരിക്കും. അതുപോലെ തന്നെ അന്നദാനങ്ങൾ നടത്തുക. ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. നിങ്ങളുടെ വിഷമതകളും സങ്കടങ്ങളും ആവശ്യങ്ങളൊക്കെ നിങ്ങൾ മാറ്റിവെക്കുക. ഈശ്വരനിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ കാര്യങ്ങളുമായി നിങ്ങൾ മുമ്പോട്ട് പോകുക. ഉറപ്പായും ഈശ്വരൻ നിങ്ങളെ ഒരിക്കലും കൈവിടുകയില്ല. ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ചതും നിങ്ങൾ കൊതിച്ചതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കാൻ ഈ ഒരു കാലഘട്ടം ഗുണകരമായിട്ട് ഭവിക്കുന്ന സമയമാണ്. ഈശ്വര പ്രീതികരമായിട്ടുള്ള പൂജകളും വഴിപാടുകളൊക്കെ നിങ്ങൾ നടത്തുക. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ധാരാളം സൗഭാഗ്യവും കാര്യവിജയങ്ങളും നേടിയെടുക്കുവാനും ഈ സമയം നിങ്ങൾക്ക് അവസരങ്ങൾ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ അടുത്തത് രോഹിണി, മകീരം, തിരുവാതിര നക്ഷത്ര ജാതകരാണ്. ഈ നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ വലിയ തോതിലുള്ള ഭാഗ്യാനുഭവങ്ങൾ ജീവിതത്തിൽ കൈവരിക്കുവാനുള്ള യോഗങ്ങൾ കാണപ്പെടുന്ന സമയമാണ്. നിങ്ങൾക്ക് ധാരാളം സൗഭാഗ്യവും ജീവിതത്തിൽ ഈശ്വരാനുഗ്രഹങ്ങളും ലഭിച്ച് നിങ്ങൾക്ക് സമ്പൽ സമൃദ്ധമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങൾ കെട്ടിപ്പടുത്തുയർത്തുവാൻ ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ തികഞ്ഞ ഈശ്വര വിശ്വാസത്തോടു കൂടി ഈ കാലഘട്ടത്തെ നിങ്ങൾ പ്രവർത്തിക്കുക. കുടുംബക്ഷേത്രങ്ങളിൽ പോയി ദർശനം നടത്തുക. തിങ്കളാഴ്ച ദിവസങ്ങളിൽ ശിവക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിക്കുക, ശിവന് ധാര നടത്തുക. അതുപോലെ തന്നെ ശിവഭഗവാന് പ്രീതികരമായിട്ടുള്ള പൂജകളും വഴിപാടുകളും നടത്തുക.
എല്ലാവിധമായ സൗഭാഗ്യവും ജീവിതത്തിൽ ഉയർച്ചയും ഉന്നതികളും നിങ്ങൾക്ക് ലഭിക്കുവാനും കാരണമായി തീരുന്ന സമയമൊക്കെയാണ്. എല്ലാവിധമായ ദുരിതങ്ങളിൽ നിന്നും നിങ്ങൾക്ക് കരകയറുവാനും ഈശ്വരൻ നിങ്ങളെ കൈപിടിച്ച് ഉയർത്തുക തന്നെ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ വ്യാപാര മേഖലയിൽ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ നേരിടുന്നവരാണെങ്കിലും കുടുംബത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ ലഭിക്കുന്നതായിരിക്കും. ബിസിനസ്സിലെ പരിഹാരങ്ങൾ ലഭിക്കുന്നതായിരിക്കും. എല്ലാവിധമായ സൗഭാഗ്യത്താലും വാഴുവാനുള്ള യോഗങ്ങളാണ് നിങ്ങൾക്ക് ശനിയുടെ രാശിമാറ്റത്തോടു കൂടി തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവത്തുള്ളൂ. ഉറപ്പായും നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള മാറ്റങ്ങളും ജീവിതത്തിൽ ഉയർച്ചയും കൈവരിക്കുവാനുമുള്ള ഭാഗ്യയോഗങ്ങൾ ഈ സമയം തെളിഞ്ഞു നിൽക്കുന്ന സമയമൊക്കെയാണ്. എല്ലാവിധമായ സൗഭാഗ്യവും നിങ്ങൾക്ക് നേടിയെടുക്കുവാനും ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ പുണർദം, പൂയം, ആയില്യം നക്ഷത്ര ജാതകർ, ഈ നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ ഇവരുടെ സ്വപ്നങ്ങളെല്ലാം പൂർത്തീകരിക്കുവാൻ കഴിയുന്ന സമയമാണ്. ഈശ്വരാനുഗ്രഹം ധാരാളം ലഭിക്കുന്നതോടുകൂടി തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അകന്നു കിട്ടുന്ന സമയമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇനി അങ്ങോട്ട് സമ്പത്തിന് യാതൊരുവിധമായ ബുദ്ധിമുട്ടുകളും ഉണ്ടാകില്ല. അതായത് ശനിദേവൻ്റെ അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ ധാരാളം ലഭിക്കുന്ന സമയമാണ്. ശനിദേവൻ അനുഗ്രഹം ലഭിക്കുന്നതോടുകൂടി തന്നെ വ്യാപാര മേഖലകളിൽ ഉന്നതമായ വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ കഴിയും. നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ കഴിയാത്തതായി ഒന്നും തന്നെ ഇല്ലാത്തൊരു സാഹചര്യങ്ങളാണ്. സമ്പത്തിന് സമ്പത്ത്, വസ്തുവകകൾക്ക് വസ്തുവകകൾ, നല്ല വീട് വെക്കണമെങ്കിൽ അതിനുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ തുറന്നു കിട്ടുന്ന സമയമാണ്. ശനി ക്ഷേത്രങ്ങളിൽ പോയി ദർശനം നടത്തുക, ശനി ഭഗവാനെ ആരാധിക്കുക, കാക്കകൾക്ക് ഭക്ഷണം കൊടുക്കുക. ജീവിതത്തിൽ എല്ലാവിധമായ സൗഭാഗ്യവും ഉയർച്ചയും നിങ്ങൾക്ക് ഭഗവാൻ കൊണ്ടുവരുന്ന സമയങ്ങളാണ്. ദീർഘനാളത്തെ സ്വപ്നങ്ങളൊക്കെ പൂർത്തീകരിച്ച് മുമ്പോട്ട് പോകുവാൻ അനുകൂലമായിട്ടുള്ളൊരു സമയമാണ്. ശനിദേവൻ്റെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ കാണപ്പെടുന്ന കാലഘട്ടവും കൂടിയാണ്. അതുപോലെ തന്നെ അടുത്തത് മകം, പൂരം, ഉത്രം നക്ഷത്ര ജാതകരാണ്. ഈ നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ വലിയ വഴിത്തിരിവുകൾ ഉണ്ടാകുന്ന സമയമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് നിഷ്പ്രയാസം ജീവിതത്തിൽ നേടിയെടുത്തുകൊണ്ട് മുമ്പോട്ട് പോകാൻ കഴിയുന്ന സമയമാണ്. നിങ്ങളുടെ ദുഃഖങ്ങളൊക്കെ പൂർണ്ണമായും അവസാനിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ തികഞ്ഞ ഈശ്വര വിശ്വാസത്തോടുകൂടി പ്രവർത്തിക്കുക. കടബാധ്യതയും ദുരിതങ്ങളുമായി ബുദ്ധിമുട്ടുന്നവരാണ് നിങ്ങളെങ്കിൽ അതിനുള്ള പരിഹാരങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ ലഭിക്കുന്നതാണ്. ഉറപ്പായും പ്രാർത്ഥിക്കുക, മനസ്സിരുത്തി ഈശ്വരനോട് നിങ്ങളുടെ സങ്കടങ്ങൾ പറഞ്ഞപേക്ഷിക്കുക. ഉറപ്പായും സങ്കടങ്ങൾ ഈശ്വരൻ കേട്ട് നിങ്ങൾക്കതിനുള്ള പ്രതിവിധികൾ, വഴികൾ തുറന്നു തരുന്നതായിരിക്കും. ഉറപ്പായും വിശ്വസിക്കുക, ഈശ്വരൻ എൻ്റെ ജീവിതത്തിൽ വലിയ തോതിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നുള്ള വിശ്വാസത്തോടു കൂടി നിങ്ങൾ പ്രവർത്തിക്കുക. ഉറപ്പായും നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. എല്ലാവിധമായ സൗഭാഗ്യവും ഉയർച്ചയും ഉന്നതികളും നിങ്ങൾക്ക് കാര്യവിജയങ്ങളും ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയുന്ന സമയമാണ്. അടുത്തത് അത്തം, ചിത്തിര, ചോതി, വിശാഖം നക്ഷത്ര ജാതകരാണ്. ഇവർക്കും ഭാഗ്യദേവതയുടെ അനുഗ്രഹങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. 2025 ശനിയുടെ രാശിമാറ്റം മാർച്ച് 29 കഴിയുന്നതോടുകൂടി തന്നെ ഈ നക്ഷത്ര ജാതകർക്ക് ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നത് വലിയ തോതിലുള്ള മാറ്റങ്ങളാണ്. ഉയർച്ചയും ഉന്നതികളും കാര്യവിജയങ്ങളും ഉണ്ടായി സകല സൗഭാഗ്യത്തോടു കൂടിയുള്ള ജീവിത സാഹചര്യങ്ങൾ കെട്ടിപ്പടുത്തി ഉയർത്തുവാൻ നിങ്ങൾക്ക് കഴിയുന്നതായിരിക്കും. ഉറപ്പായും നിങ്ങളുടെ സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നതായിരിക്കും. കുടുംബത്തിലെ പ്രശ്നങ്ങളും കലഹങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ മാറും. ആത്മവിശ്വാസത്തോടു കൂടി പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നതായിരിക്കും. മനസ്സിലെ വിഷമതകളും സങ്കടങ്ങളെല്ലാം പൂർണ്ണമായും അകന്ന് രാജാവിന് തുല്യമായി വാഴുവാനുള്ള ഭാഗ്യയോഗങ്ങൾ ഈശ്വരൻ നിങ്ങൾക്ക് കൊണ്ടുവരുന്ന കാലഘട്ടമാണ്. ഉറപ്പായും ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തുക, കുടുംബസമേതം ക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിക്കുക. ഉറപ്പായും ശനിയുടെ രാശിമാറ്റം ഇവിടെ പറഞ്ഞിട്ടുള്ള ഈ നക്ഷത്ര ജാതകരുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന സമയമാണ്. ധാരാളം സൗഭാഗ്യവും കാര്യവിജയങ്ങളും ഉയർച്ചകളും നിങ്ങൾക്ക് ഈശ്വരൻ കൊണ്ടുവരിക തന്നെ ചെയ്യുന്നതായിരിക്കും.